നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിന് ജാമ്യം നൽകാനാകില്ലെന്ന് ഹൈക്കോടതി. കാര്യം അത്രയധികം സ്വാധീനമുള്ള ആളാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ സ്വാധീനം ഉപയോഗിച്ച് പല രീതിയിൽ കേസിനെ അട്ടിമറിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യം ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. മാത്രമല്ല ശബരിമലയിൽ നടന്നത് വലിയ കൊള്ള തന്നെയാണെന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. 4147 ഗ്രാം സ്വർണമാണ് കാണാതായത്. പക്ഷേ ഇതുവരെ കണ്ടെത്താനായത് 474 ഗ്രാം സ്വർണം മാത്രമാണ്. ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 474 ഗ്രാം സ്വർണം മാത്രമാണ് ഇതിനോടകം അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായത്. ബാക്കി സ്വർണം കൂടി എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല പ്രശസ്തമായ ഒരു പാട്ടും ഹൈക്കോടതി ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത്, പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഏത് തപസ് ചെയ്താലാണ് ഈ പാപകർമ്മം ഇതിന് പ്രതിക്രിയയാകുന്നത് എന്ന് ആണ് കോടതി ഉദ്ധരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അയ്യപ്പൻ്റെ സ്വത്ത് സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ വലിയ കൊള്ള നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യവും കോടതി വളരെ ഗൗരവകരമായി തന്നെ നോക്കിക്കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് വീണ്ടും ഒന്നുകൂടി ശക്തിപ്പെടുകയാണ്. കാര്യം ഇതിൽ ആർക്കും ജാമ്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക വിഗ്രഹ കേസിൽ ഇന്നലെ ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ ഈ കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. 90 ദിവസത്തിനകം SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ് ഇന്നലെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് ഈ ആദ്യത്തെ കേസിൽ. പക്ഷേ രണ്ടാമത്തെ കേസിൽ ഇതുവരെയും ജാമ്യം ലഭിച്ചിട്ടില്ല. മറ്റ് പ്രതികൾക്കാർക്കും തന്നെ അവർ ആവശ്യപ്പെട്ട രീതിയിലുള്ള ഒരു തരത്തിലുള്ള പരിഗണനയും നൽകിക്കൊണ്ട് ജാമ്യം അനുവദിക്കാൻ കോടതി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടെ നടന്നത് അതീവ ഗൗരവകരമായ കൊള്ള തന്നെയാണെന്ന് കോടതിക്ക് നിസ്സംശയം ബോധ്യപ്പെട്ടിരിക്കുന്നതിനാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ അന്വേഷണ സംഘത്തിനും ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാര്യം മുഴുവൻ സ്വർണവും തിരിച്ച് കണ്ടെത്തണം, അവിടെ നിന്നും നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും കണ്ടെത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനോടും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിൽ ശങ്കർദാസിൻ്റെ അദ്ദേഹത്തിൻ്റെ രോഗം പരിശോധിക്കാൻ പ്രത്യേക മെഡിക്കൽ ബോർഡിനെ നിയോഗിക്കുന്നു. മെഡിക്കൽ ബോർഡ് മുദ്രവച്ച കവറിൽ ഈ മെഡിക്കൽ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കണം. അതും ഈ മാസം 27-നകം സമർപ്പിക്കണമെന്നാണ് കോടതി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഇതിൽ ആരും രക്ഷപ്പെടില്ല. ഇതിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളും തന്നെ അർഹമായ ശിക്ഷ ലഭിക്കും എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. പത്മകുമാറിന് എന്തായാലും തൽക്കാലം ജാമ്യം നൽകാനാകില്ല എന്ന് കോടതി വളരെ കാർക്കശ്യത്തോടെ പറഞ്ഞിരിക്കുന്നു. 4147 ഗ്രാം സ്വർണമാണ് മൊത്തത്തിൽ കാണാതായിരിക്കുന്നത്. ഇതിൽ വെറും 474 ഗ്രാം സ്വർണമാണ് ഇപ്പോൾ തിരിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കി കൂടി എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അന്വേഷണം പാതി വഴിയിലാണെന്നും കോടതി നിരീക്ഷിക്കുന്നു. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് നമ്മൾ ഇന്ന് രാവിലെ മറ്റൊരു ചർച്ചയിലും പറഞ്ഞിരുന്നു. ഈ തീർത്ഥാടന കാലം കഴിഞ്ഞുവെങ്കിലും അന്വേഷണ കാലം കഴിയുന്നില്ല. അന്വേഷണത്തിൻ്റെ മറ്റൊരു ഘട്ടം ഇവിടെ തുടങ്ങുകയാണ്. കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഇതുവരെ പുറത്തു വരാത്ത മുഖങ്ങൾ വെളിപ്പെട്ടേക്കാം. ആരായാലും അവർ നിയമത്തിൻ്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നുള്ള കർക്കശമായ ഒരു നിലപാടോടുകൂടി തന്നെയാണ് കോടതി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ മറ്റ് പഴുതുകൾ ഉണ്ടാകില്ല എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.